നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചൊവ്വൂരിൽ കാറും ജയിൽ വകുപ്പിന്റെ ജീപ്പും കൂട്ടിയിടിച്ച് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അടക്കം 2 പേർക്ക് പരിക്ക്. തൃശൂർ ചേർപ്പ് സംസ്ഥാന പാതയിൽ ചൊവ്വൂർ ചെറിയ കപ്പേളയ്ക്ക് സമീപം ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. ഇന്ത്യയിൽ സ്ത്രീകളെ കൂടുതലായി ബാധിക്കുന്ന സെർവിക്കൽ ക്യാൻസർ എന്ന ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കുത്തിവയ്പ് ലഭ്യമാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. താഴ്ന്നിത്ത SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് കോൺഗ്രസിന്റെ അനുമോദനം. കോൺഗ്രസ് താന്യം മണ്ഡലം വാർഡ് കമ്മിറ്റികളാണ് അനുമോദനം ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. ചൊവ്വൂരിൽ കാറും ജയിൽ വകുപ്പിന്റെ ജീപ്പും കൂട്ടിയിടിച്ച് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അടക്കം 2 പേർക്ക് പരിക്ക്. തൃശൂർ ചേർപ്പ് സംസ്ഥാന പാതയിൽ ചൊവ്വൂർ ചെറിയ കപ്പേളയ്ക്ക് സമീപം ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിൽ ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച ബൊലേറോ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വൂർ ചെറിയ കപ്പേളയ്ക്ക് സമീപത്ത് വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ബൊലേറോ ജീപ്പ് എതിരെ വന്ന യൂബർ ടാക്സിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൊലേറോ ജീപ്പ് റോഡിൽ തെന്നിമറിഞ്ഞു. അപകടത്തിൽ ജീപ്പിലുണ്ടായിരുന്ന ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ KY ജിജോ, ഊബർ കാറിലുണ്ടായിരുന്ന യുവതി എന്നിവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇരുവരെയും ഉടൻ തന്നെ കുറുക്കഞ്ചേരി എലൈറ്റ് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി. ഇന്ത്യയിൽ സ്ത്രീകളെ കൂടുതലായി ബാധിക്കുന്ന സെർവിക്കൽ ക്യാൻസർ എന്ന ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കുത്തിവയ്പ് ലഭ്യമാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൗജന്യ കുത്തിവയ്പ് ലഭ്യമാണെന്നും ജില്ലാ കളക്ടർ. ഇന്ത്യയിൽ സ്ത്രീകളെ ബാധിക്കുന്നവയിൽ ഏറ്റവും കൂടുതലായി വരുന്ന 2ാമത്തെ ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ എന്ന ഗർഭാശയകള ക്യാൻസർ. ഇന്ത്യയിൽ 2022 കണക്ക് പ്രകാരം 79,103 പുതിയ കേസുകളാണുള്ളത്. ഇതിൽ തന്നെ 34,805 മരണങ്ങളും സെർവിക്കൽ ക്യാൻസർ മൂലമുണ്ടായി. ഇതിൽ 99.97% സെർവിക്കൽ ക്യാൻസറുകളും ഉണ്ടായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലമാണ്. സെർവിക്കൽ ക്യാൻസർ എന്ന ഗർഭാശയകള ക്യാൻസറിനെ തടയാൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി വിതരണം ചെയ്യുന്നതായി ജില്ലാ കലക്ടർ പറഞ്ഞു. ഇന്ത്യയിലെ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതലായി വരുന്ന 2ാമത്തെ ക്യാൻസർ എന്ന് പറയുന്നത് ഗർഭാശയകള ക്യാൻസറാണ്, അഥവാ സെർവിക്കൽ ക്യാൻസർ. നമ്മൾ 2022 ഇന്ത്യയിലെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 79,103 പുതിയ കേസുകളാണ് ഇന്ത്യയിലാകെ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ 34,805 മരണങ്ങളും ഈ സെർവിക്കൽ ക്യാൻസർ മൂലം ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ 99.97% സെർവിക്കൽ ക്യാൻസറുകളും ഉണ്ടായിരിക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലമാണ്. നമ്മൾ ഈ ഗർഭാശയകള ക്യാൻസറിനെതിരായ HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ, ഇപ്പോൾ നമ്മുടെ സർക്കാർ ഹോസ്പിറ്റൽസ് ത്രൂ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. 14 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് നമ്മൾ നിലവിൽ ഈ വാക്സിൻ ഇപ്പോൾ നൽകി വരുന്നത്. നമ്മൾ പുറത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി ഈ വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം 4,000 രൂപയോളം വില വരുന്ന വാക്സിനാണ് നമ്മളിപ്പോൾ സൗജന്യമായി 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളും മുഖേന നൽകി വരുന്നത്. സമയബന്ധിതമായിട്ട് നമ്മൾ HPV വാക്സിനേഷൻ എടുക്കുക, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ക്രീനിങ്ങിലൊക്കെ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സെർവിക്കൽ ക്യാൻസർ വരുന്നത് തടയാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ വാർത്ത കാണുന്നവർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി IEC ആക്ടിവിറ്റികൾ നമ്മുടെ ജില്ലാ മെഡിക്കൽ ടീം ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന പെൺകുട്ടികൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ വാക്സിൻ എടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അത് രജിസ്റ്റർ ചെയ്യേണ്ടത് UWIN എന്നുള്ള പോർട്ടലിലാണ്. ആ പോർട്ടലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ചുവടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആശാ വർക്കർമാരുടെ അടുത്ത് ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിലുള്ള JPHN JHNമാരുടെ അടുത്ത് ബന്ധപ്പെടാം. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടും ഈ വാക്സിൻ തരാനായിട്ട് ആവശ്യപ്പെടാവുന്നതാണ്. നിലവിൽ 14 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് വാക്സിൻ നൽകി വരുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ 4,000 രൂപ വരുന്ന വാക്സിനാണ് തൃശൂർ ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ലഭിക്കുന്നത്.
14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സമയബന്ധിതമായി HPV വാക്സിൻ എടുത്ത് തുടർച്ചയായ പരിശോധനയിലൂടെ കടന്നുപോയാൽ സെർവിക്കൽ ക്യാൻസർ വരുന്നത് തടയാനാകും. യുവിൻ എന്ന പോർട്ടൽ മുഖേനയാണ് വാക്സിനേഷൻ ലഭിക്കാൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് സുരക്ഷിതമായി നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ അഭ്യർത്ഥിച്ചു. താണ്യത്ത് SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് കോൺഗ്രസിന്റെ അനുമോദനം. കോൺഗ്രസ് താന്യം മണ്ഡലം വാർഡ് കമ്മിറ്റികളാണ് അനുമോദനം ഒരുക്കിയത്. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെയും 3, 4, 18, 19 വാർഡ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് വിജയികൾക്ക് അനുമോദനം നൽകിയത്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ A+ നേടിയ വൃന്ദ പ്രവീൺ, TR ആദി, പാർവണ ബിജോയ്, സഫ്ന ഷെരീഫ്, ഗാദ സുധീർ, അബ്ദുൾ ബാസിദ്, അബന വിപിൻ, CBSE +2 പരീക്ഷയിൽ ഫുൾ A1 കരസ്ഥമാക്കിയ തസ്നി ഷമീർ എന്നിവരെയും വസതിയിലെത്തിയാണ് പ്രവർത്തകർ അനുമോദിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തൊറയൻ മധുരം നൽകി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. രാമൻ നമ്പൂതിരി, സീന ശിവകുമാർ, പോൾ പുലിക്കോട്ടിൽ, പ്രമോദ് കണിമംഗലത്ത്, നിസാർ കുമ്മങ്കണ്ടത്ത്, ബെന്നി തട്ടിൽ, അലി സഗീർ, അസീസ്, ജഗദീഷ് രാജ് വാളമുക്ക്, KA ലാസർ, വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു. സെറാഫിക് കോൺവെന്റ്, തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂൾ, കാർമൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അന്തിക്കാട് ഹൈസ്കൂൾ, താന്യം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയായിരുന്നു അനുമോദിച്ചത്. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് നിയന്ത്രണം വിട്ട ഓട്ടോ നിർത്തിയിട്ട ടോറസ് ലോറിയിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ തൃത്തല്ലൂർ സ്വദേശി ചക്കാലപ്പുറത്ത് വീട്ടിൽ രവിക്കാണ് പരിക്കേറ്റത്. ദേശീയപാത ഗണേശമംഗലത്ത് ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ഓട്ടോ ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയിൽ ഇടിച്ചാണ് അപകടം. പരിക്കേറ്റ ഡ്രൈവറെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. വലപ്പാട് ബീച്ച് സ്വദേശി കിഴക്കൻ വീട്ടിൽ ജിത്തിനെയാണ് കാപ്പ ചുമത്തി 3 മാസത്തേക്ക് നാടുകടത്തിയത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട ജിത്ത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG T. നാരായണനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രതിയായ ജിത്തിന്റെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം, അടിപിടി, സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞ് മാനഹാനി വരുത്തുക എന്നിവയടക്കം 7ഓളം ക്രിമിനൽ കേസുകളാണുള്ളത്. കൂടാതെ കാപ്പ ഉത്തരവ് പ്രകാരമുള്ള സഞ്ചലന നിയന്ത്രണം ലംഘിച്ചതിന് 1 തവണ പിടികൂടി ജയിലിൽ അടയ്ക്കപ്പെട്ട പ്രതി കൂടിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ A. അനിൽകുമാർ, ഗ്രേഡ് SI ഹരി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബി എന്നിവർ കാപ്പ ചുമത്തിയുള്ള ഉത്തരവ് നടപ്പാക്കിയ സംഘത്തിലുണ്ടായിരുന്നു. മതിലകം ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് ഹോട്ടലുകളിൽ പരിശോധന നടത്തി. 10ലധികം ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പിഴ ഇനത്തിൽ 25,000 രൂപ നിശ്ചയിച്ച് ഹോട്ടൽ ഉടമകൾക്ക് നോട്ടീസ് നൽകും. ശുചിത്വ നിലവാരം കുറഞ്ഞ 2 ഹോട്ടലുകൾ 2 ദിവസത്തേക്ക് അടച്ചിട്ട് അപാകതകൾ പരിഹരിച്ച് തുടർന്ന് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകി. കുളിമുട്ടം ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ DS ഉദയകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അഭിജാത്, സുനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ KS അഞ്ജലി, PK രുക്മ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മതിലകം ഗ്രാമപഞ്ചായത്ത് മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുത്തിയിരിപ്പ് സമരം. ജനപ്രതിനിധികളും പ്രദേശവാസികളുമാണ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മതിലകം ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. വാട്ടർ അതോറിറ്റിയുടെ കാലഹരണപ്പെട്ട പൈപ്പുകൾ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലും പൊട്ടുന്നത് പതിവായതോടെ കുടിവെള്ള വിതരണത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇതിനിടെ കിഫ്ബി പദ്ധതി പ്രകാരം കാലഹരണപ്പെട്ട പൈപ്പുകൾക്ക് പകരം പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുവാനുള്ള നീക്കവും നടക്കുകയാണ്. തുടർച്ചയായി 10 ദിവസം കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് അറിയിച്ചതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ 20 ദിവസമായി മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ 2 ദിവസം കുടിവെള്ളം എത്തിച്ചതിനു ശേഷം പമ്പിംഗ് നിർത്തിയാൽ മതിയെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. സമരത്തെ തുടർന്ന് മതിലകം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സമരക്കാരും വാട്ടർ അതോറിറ്റി എഞ്ചിനീയറുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. മേഖലയിൽ കുടിവെള്ളം കിട്ടാത്തവർക്ക് ടാങ്കറിലൂടെ കുടിവെള്ളം എത്തിക്കുമെന്നും വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളിൽ മറ്റു മാർഗങ്ങൾ മുഖേന കുടിവെള്ളം എത്തിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും എഞ്ചിനീയർ സമരക്കാർക്ക് ഉറപ്പ് നൽകി. മഴക്കാലത്തിന് മുമ്പ് പൈപ്പ് സ്ഥാപിക്കുന്ന പണികൾ പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സമരക്കാരെ ബോധ്യപ്പെടുത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ P. മേനോൻ സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ RM ജലീൽ, നസീമ നൌഫൽ, ബീന റഹീം,
പ്രദേശവാസികളായ റീന സഹദേവൻ, രാജലക്ഷ്മി കിനാരി, പ്രതിഭ ബിജു, ഓമന പാലപ്പറമ്പിൽ, പൊതുപ്രവർത്തകരായ അഖിൽ പി മേനോൻ, മുജീബ് കാട്ടുപറമ്പിൽ, ഷറഫു മഠത്തിൽ, NMM ഷെമിതൻ, ജോഷി വടക്കുംചേരി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കോഴിക്കോട് റോഡിൽ പാറമ്പാടത്ത് സ്കൂട്ടറും ബസ്സും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ വയോധികൻ മരണപ്പെട്ടു. എരുമപ്പെട്ടി തളി സ്വദേശി പടിക്ക വീട്ടിൽ കുഞ്ഞുമൊയ്തീനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും കുഞ്ഞുമൊയ്തീൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചു കയറി. നിലവിൽ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. അപകടത്തിൽ സ്വകാര്യ ബസിന്റെ മുൻഭാഗം ഭാഗികമായും സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം 20 മുതൽ 29 വരെ ആഘോഷിക്കും. 20 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കും. ഗുരുവായൂർ കൂനാമുച്ചി കുറുവല്ലൂർ കൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 23 ശനിയാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറും. ക്ഷേത്രകലകളും അന്നദാനവും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. 27 ബുധനാഴ്ച ഏകാദശി വിളക്കും 29 വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവവും നടക്കും. പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 9 മണിക്ക് നടക്കുന്ന എഴുന്നള്ളിപ്പിന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന മേളം അകമ്പടിയൊരുക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചൊവ്വൂരിൽ കാറും ജയിൽ വകുപ്പിന്റെ ജീപ്പും കൂട്ടിയിടിച്ച് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അടക്കം 2 പേർക്ക് പരിക്ക്. തൃശൂർ ചേർപ്പ് സംസ്ഥാന പാതയിൽ ചൊവ്വൂർ ചെറിയ കപ്പേളിക്ക് സമീപം ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. ഇന്ത്യയിൽ സ്ത്രീകളെ കൂടുതലായി ബാധിക്കുന്ന സെർവിക്കൽ ക്യാൻസർ എന്ന ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കുത്തിവയ്പ് ലഭ്യമാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഷിഗ സുരേന്ദ്രൻ. താഴ്ന്നിത്ത് SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് കോൺഗ്രസിന്റെ അനുമോദനം. കോൺഗ്രസ് താന്യം മണ്ഡലം വാർഡ് കമ്മിറ്റികളാണ് അനുമോദനം ഒരുക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.